കാസ്റ്റ് ഔട്ട് ഫിയർ. ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തീശു ധാരാളമായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനാട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ UACC യുണൈറ്റഡ് അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്നു. യുണൈറ്റഡ് അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാം. ഫോർ ബുധനി ഹോൻ കൾബട്ട് UACC, അതായത് യുണൈറ്റഡ് അപ്പോസ്റ്റലിക് ചർച്ച്, വീണ്ടും എന്താണ് ക്രൈസ്റ്റ്, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്. അപ്പോൾ യുണൈറ്റഡ് അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കണം. അതായത് ആര്യനാട്, നമ്മുടെ പുളിമൂടിൻ്റെ അടുത്ത് ആര്യനാട് രാജപാസ്റ്റർ നടത്തുന്ന ഒരു ചർച്ചിനകത്തുള്ള ഒരു ചർച്ചിന് പുറത്തുള്ള ചില രംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഹാപ്പി ന്യൂ ഇയർ 2026 കഴിഞ്ഞ ശേഷം, തിരുവത്താഴമൊക്കെ കഴിഞ്ഞ ശേഷം ആളുകൾ എന്ത് ചെയ്യുന്നു, ആഹാരത്തിനായി വരി നിൽക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ആളുകൾ ആഹാരം നന്നായിട്ട് ഭക്ഷിക്കുന്നു. ചില ആളുകൾ ആഹാരം വിളമ്പിക്കൊടുക്കുന്നു. മാത്രമല്ല അവരെത്ര സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആസ് ഫ്രീ പീസ് യു, പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് എന്ന് മാത്രമല്ല വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രിവാൻഡ്രത്തിൽ നിന്നും തിരിക്കുമ്പോഴത്തേക്കും വെള്ളനാട് വഴി ആര്യനാട് വരാം. അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് നെടുമങ്ങാട് വഴിയും ഈ സ്ഥലത്തേക്ക് വരാം. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ക്രൈസിസസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പുതിയ നിയമത്തിൽ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗലാത്യർക്ക് എഴുതിയ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്കെന്താണ്, ചില കാര്യങ്ങളവിടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു പുതിയ നിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ? ഒരു പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് 5-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്കും അവിടെ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് നോക്കാം. ഗലാത്യർക്ക് എഴുതിയ പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഗലാത്യർക്ക് എഴുതിയ പുസ്തകം, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 11:26 വായിക്കുമ്പോഴത്തേക്കും എന്താണ്, അതായത് 25 വായിക്കുമ്പോഴത്തേക്കും ജീസസ് സെഡ് അൺടു ഹർ, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ഹീ ദാറ്റ് ബിലീവത്ത് ഇൻ മീ ദോ ഹി വെയർ ഡെഡ് യെറ്റ് ഷാൾ ഹീ ലീവ്. ജീസസ് അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാന ജീവനെ വന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിനെ उसने कहा, पुनरुत्थान और जीवन में ही हूँ, जो कोई मुझ पर विश्वास करता है वह यदि मर भी जाए तो भी जिएगा. and whosoever liveth and believeth in me shall never die. believest thou this? ജീവിച്ചിരുന്ന നിന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. और जो जीवदा है और मुझ पर विश्वास करता है वह अनंत काल तक न मरेगा. क्या तू इस बात पर विश्वास करती है? She said unto him, Yeah Lord, I believe that thou art the Christ, the Son of God, which should come into the world. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, उसने उससे कहा, हाँ हे प्रभु, मैं विश्वास कर चुकी हूँ कि परमेश्वर का पुत्र मसीह जो जगत में आने वाला था वह तू ही है. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ്, ഒന്നാമിൻ്റെ അടിമത്തിൽ കൂടി വരുത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്റ്റ് ജീസസ്, അതായത് എന്താണ്, നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചടവിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തയേശു എന്താണ്, ജീവനോടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്, ലിവിംഗ് ഗോഡ് ഹൂ ഈസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ക്രൈസിസിൻ്റെ കൃപയിലാണ്, അല്ലെങ്കിൽ ക്രൈസിസസ് എന്താണ്, ജീവനോടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലിവിംഗ് ഗോഡ് ഹൂ ഈസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലം നമുക്ക് ധാരാളം അനുഭവം തരുന്ന എന്താണ്, ജീവനുള്ള ദൈവം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്, എല്ലാം നല്ല ദാനവും തികഞ്ഞവരൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ വിധാനങ്ങൾ ഇറങ്ങി വരുന്നു. അപ്പോൾ എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ്, എവരി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. അപ്പോൾ ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഏകവചനം എന്നുള്ള അർത്ഥത്തിലാണ് വായിക്കുന്നത്. എല്ലാ ഗുഡ് ഗിഫ്റ്റും എല്ലാ പെർഫെക്റ്റ് ഗിഫ്റ്റും ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ റിലേറ്റഡ് ആണ്. അതൊരു ഏകത്വമായിട്ടും ബന്ധമാണ്, എന്നാൽ സമ്പൂർണ്ണതമാണ്. മനസ്സിലായില്ലേ? അതായത് ക്രൈസ്റ്റ് അറിയാതെ ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നില്ല. ക്രൈസ്റ്റാണ് നമുക്ക് എല്ലാ നല്ല ദാനങ്ങളും തരുന്നത്. അത് നമ്മൾ ധാരാളമായി എൻജോയ് ചെയ്യണം. ഫോർ ബുധനി ഹോൻ കാണണം, ആഹാരം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ധാരാളമായി എൻജോയ് ചെയ്യണം. എന്ന് മാത്രമല്ല, നമ്മൾ ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല. യാതൊരു കാരണവശാലും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തയേശു നമുക്ക് ഭയമില്ലാത്തവർ നിർഭയമായ വാസം തന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അങ്ങല്ലേ നിർഭയം വസിക്കാൻ ഉറക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കം സുഖകരമായിരിക്കും. അതുപോലെ തന്നെ ക്രൈസിസസ് നമ്മളെ താങ്ങിയാൽ എന്താണ്, ഉണർന്നു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ചിന്തിക്കാൻ കഴിയും. ഞാൻ സമാധാനത്തോടെ കിടങ്ങും, അങ്ങനെയോ കിടന്നുറങ്ങും, അങ്ങനെയോ നിർഭയം വസിക്കാൻ ഉറക്കുന്നത്. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കം സുഖമായിരിക്കും. യഹോവയിൽ, അതായത് ക്രിസ്തയേശുവാണ്
ഇനി എന്ത് ചെയ്യുന്നത്? ഉണരുമാറാക്കുന്നത്. ക്രിസ്തീശോണ് നമ്മളെ ഉണർത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന് വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. സങ്കീർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ്? ഐ ലേഡ് മീ ഡൗൺ ആൻഡ് സ്ലെപ്റ്റ്, ഐ അവേക്ഡ് ഫോർ ദ ലോർഡ് സസ്റ്റെയിൻഡ് മീ. സങ്കീർത്തനം 3:5 വായിക്കുമ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങി യഹോവയുടെ താങ്ങയിൽ ഉണർന്നുമിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? യഹോവയുടെ താങ്ങയിൽ ഉണർന്നുമിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മേം ലേഡ്കർ സോഗയ ഫിർ ജാഗുഡ ക്യോങ്കി യഹോവ മുझे സംഭാലത, അതായത് സംഭാലത ഹെ പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എന്തെങ്കിലും അഗൈൻ ദി യോക്കമുണ്ട് ഫോർ ബദനി യോൻ കാണ്ടർ ലിബർട്ടി ഓർ റിച്ചർമാൻ ഡാറ്റ ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ഓഫ്, അതായത് ഓർ റിച്ചർമാൻ ഡാറ്റ ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത് നൗ ദർ ഇസ് നോ മോർ കണ്ടംനേഷൻ ദോസ് ആർ ഇൻ ക്രൈസിസസ് ദ ലവ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസിസ് ഹാസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദി ലവ്സ് ഇൻ അടുത്ത് നമുക്കൊരു കാര്യം നോക്കാം. ഐ ലേഡ് മീ ഡൗൺ ആൻഡ് സ്ലെപ്റ്റ്, ഐ അവേക്ഡ് ഫോർ ദ ലോർഡ് സസ്റ്റെയിൻഡ് മീ. ഞാൻ കിടന്നുറങ്ങി യഹോവയുടെ താങ്ങയിൽ ഉണർന്നുമിരിക്കുന്നു. മേം ലേഡ്കർ സോഗയ ഫിർ ജാഗുഡ ക്യോങ്കി യഹോവ മുझे സംഭാലത ഹെ പുള്ളിംഗ് ഡൗൺ ഓഫ്. നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്. വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. വളരെ ഗുഡ് ഫോർ ബദനി ഹോൻ കാൾബട്ടി. അതിൻ്റെ നാലാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? 4-ന്റെ നേരത്തെ നമ്മൾ വായിച്ചത് 3-ന്റെ എന്താണ് 5 വായിച്ചത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ നമുക്ക് എന്താണ് നോക്കാം. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി 4-8 വായിക്കുമ്പോൾ ഐ വിൽ ബോത്ത് ലേ മീ ഡൗൺ ഇൻ പീസ് ആൻഡ് സ്ലീപ്പ് ഫോർ ദൗ ലോർഡ് ഓൺലി മേക്കസ്റ്റ് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. അതായത് ഐ വിൽ ബോത്ത് ലേ മീ ഡൗൺ ഇൻ പീസ് ആൻഡ് സ്ലീപ്പ് ഫോർ ദൗ ലോർഡ് ഓൺലി മേക്കസ്റ്റ് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അങ്ങല്ലേ യഹോവയെ നിർഭയം വസികറക്കുന്നത്. मैं शांति से लेट जाऊंगा और सो जाऊंगा क्योंकि हे यहोवा केवल तू ही मुझको एकांत में निश्चिंत रहते देता है. पुलिंग डोन स्टोन्स ഒന്നുകൂടെ വായിക്കാം. ഫോർ ബദനി ഹോൻ കൾബട്ടി मैं शांति से लेट जाऊंगा और सो जाऊंगा क्योंकि हे यहोवा केवल तू ही मुझको एकांत में निश्चिंत रहने दे. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. ആ ഭാഗം നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് എന്താണ് മനസ്സിലാവുന്നത്? മേം ശാന്തി സേ, അതായത് ഹേ യഹോവ കേവൽ തൂ ഹി മുझको ഏകാന്ത് മേം നിശ്ചിന്ത രഹനെ ദേത്താ ഹൈ. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. മേം ശാന്തി സേ लेट जाऊंगा और सो जाऊंगा क्योंकि हे यहोवा केवल तू ही मुझको ഏകാന്ത് മേം നിശ്ചിന്ത രഹനെ ദേത്താ ഹൈ. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. നമുക്കൊരു കാര്യം ഫോർ ബദനി ഹോൻ കൾബട്ടി ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ലിബർട്ടി വർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് ദ യോക്ക് ഓഫ് ഡേ. നമുക്ക് ഗലാത്യർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 വായിക്കുമ്പോഴത്തേക്കും സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർഫോർ ഇൻ ദ ലിബർട്ടി വെറുത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗെയിൻ വിത്ത് ദ യോക്ക് ഓഫ് ഡേ. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമായി സ്വതന്ത്രമാക്കി അകലയിൽ ഉറച്ചു നിൽപ്പിൻ, അടിമത്തത്തിൽ പിന്നെയും കുടിയും പോകരുത്. मसीह ने स्वतंत्रता के लिए हमें स्वतंत्र किया है, सो इसी में स्थिर रहो और दासत्व के जुए में फिर से न जूतो. पुलिंग डाउन स्ट्रॉन्गहोल्ड्स. मसीह ने स्वतंत्रता के लिए हमें स्वतंत्र किया है, सो इसी में स्थिर रहो और दासत्व के जुए में फिर से न जूतो. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി. നാം എന്നെ അടിമത്തിൽ കൂടി വരുന്നത്. അതായിട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ് ന്യായപ്രമാണം പരിച്ഛേദനയും പുതിയ നിയമമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് കാണാൻ കഴിയും. ഫോർ എ ടെസ്റ്റിഫൈ അഗെയിൻ ടു എവരി മാൻ ദാറ്റ് ഈസ് സർക്കംസ്റ്റൻസ്ഡ് ദാറ്റ് ഹീസ് എ ഡെപ്റ്റർ ടു ഡു ദ ഹോൾ ലാ. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോട് അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഫിർ ഭി മേം ഹർ ഏക് കത്ന കരാനെ വാലെ को जताए देता हूँ कि उसे सारी व्यवस्था माननी पड़ेगी. Crisis become of no effect unto you. Whosoever of you are justified by the law, you are fallen from grace. നയപ്രമാണത്താൽ നീതിരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. तुम जो व्यवस्था के द्वारा धर्मी ठहरना चाहते हो, मसीह से अलग और अनुग्रह से गिर गए हो. For we through the Spirit wait for the hope of righteousness by faith. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തി ആത്മാവിനാൽ കാത്തിരിക്കും. ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി.
കാത്തിരിക്കുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻ. മലയാളം ട്രാൻസ്ലേഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഫോർ വി ത്രൂ ദ സ്പിരിറ്റ് വെയിറ്റ് ഫോർ ദി ഹോപ്പ് ഓഫ് റൈറ്റസ്നെസ് ബൈ ഫെയ്ത്ത്. മലയാളം ബൈബിൾ അത് പറയുന്നത് ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്യോंकि ആത്മാ के कारण हम विश्वास से आशा की हुई धार्मिकता की बाट जोते हैं. For in Christ Jesus neither circumcision availeth anything nor uncircumcision nor uncircumcision but faith which worketh by love. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. मसीह यीशु में न कतना और न कतना रहित कुछ काम का है परंतु केवल विश्वास जो प्रेम के द्वारा प्रभाव डालता है. You did run well. Who did hinder you that you should not obey the truth? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. तुम तो भली भांति दौड़ रहे थे, अब किसने तुम्हें रोक दिया कि सत्य को न मानो. ദിസ് പെർസുവേഷൻ കമത്ത് നോട്ട് ഓഫ് ഹിം ദാറ്റ് കാളത്ത് യു. ഇങ്ങനെ നിങ്ങൾ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവൻ്റെ പ്രവൃത്തിയല്ല. സീക്ക് തുമ്ഹാരെ ബുലാനെ വാലെ കി ഓർ സെ നഹി. എ ലിറ്റിൽ ലീവൻ ദ ഹോൾ ലംപ്. അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. തോടാസ ഖമീർ സാരെ ഗുംദേ ഹോയെ ആടെ കോ ഖമീർ കർ ഡാൽത്ത ഹെ. I have confidence in you through the Lord that you will be none otherwise minded, but he that troubleth you shall bear his judgment, whosoever he be. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. मैं प्रभु पर तुम्हारे विषय में भरोसा रखता हूँ कि तुम्हारा कोई दूसरा विचार न होगा, परंतु जो तुम्हें घबरा देता है वह कोई क्यों न हो दंड पाएगा. And I, brethren, if I yet preach circumcision, why do I yet suffer persecution? Then is offense of the cross ceased. ഞാനോ സൗരന്മാർ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു വരികിൽ ഇനി ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂസിൻ്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. परंतु हे भाइयों, यदि मैं अब तक खतना का प्रचार करता हूँ तो क्यों अब तक सताया जाता हूँ? फिर तो क्रूस की ठोकर जाती रही. I would they were even cut off which trouble you. നിങ്ങളെ കലയിപ്പിക്കുന്നതിന് അംഗച്ഛേദം ചെയ്തുകൊണ്ടായിരുന്നു. भला होता कि जो तुम्हें डांबाडोल करते हैं वे काट डाले जाते. For brethren, you have been called unto liberty. Only use not liberty for an occasion to the flesh, but by love serve one another. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. हे भाइयों, तुम स्वतंत्र होने के लिए बुलाए गए हो, परंतु ऐसा न हो कि यह स्वतंत्रता शारीरिक कामों के लिए अवसर बने, वरन प्रेम से एक दूसरे के दास बनो. For brethren, you have called liberty. हे भाइयों, तुम स्वतंत्रता for brethren, you have called liberty. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. हे भाइयों, तुम स्वतंत्र होने के लिए बुलाए गए हो, परंतु ऐसा न हो. അതായത് നമുക്ക് താഴോട്ട് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. हे भाइयों, तुम स्वतंत्र होने के लिए बुलाए गए हो, परंतु ऐसा न हो कि यह स्वतंत्रता शारीरिक कामों के लिए अवसर बने, वरन प्रेम से एक दूसरे के दास बनो. पुल्लिंग डाउन स्टोन्स ഒരിക്കൽ കൂടെ വായിക്കാം. हे भाइयों, तुम स्वतंत्र होने के लिए बुलाए गए हो, परंतु ऐसा न हो कि यह स्वतंत्रता शारीरिक कामों के लिए अवसर बने, वरन प्रेम से एक दूसरे के दास बनो. पुल्लिंग डाउन स्टोन्स. For all the law is fulfilled in one word, even in this, thou shalt love thy neighbor as thyself. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. क्योंकि सारी व्यवस्था इस एक ही बात में पूरी हो जाती है कि तू अपने पड़ोसी से अपने समान प्रेम रख. അതായത് നമുക്ക് ഇങ്ങനെ വായിക്കാം. क्योंकि सारी व्यवस्था इस एक ही बात में पूरी हो जाती है कि तू
अपने पड़ोसी से अपने समान प्रेम रख. But you bite and devour one another. Take heed that you be not consumed one of another. But if you bite and devour one another, take heed that you be not consumed one of another. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും. पर यदि तुम एक दूसरे को दांत से काटते और फाड़ खाते हो तो चौकस रहो कि एक दूसरे का सत्यानाश न कर दो. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺ ഹോൾസ്. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ നമുക്കൊരു സ്നേഹം, ക്രൈസിസസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം, അത് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി. മാത്രമല്ല ആഹാരം നല്ലതാണ്. ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്രൈസിസസ് നമുക്ക് നൽകുന്ന ഒരു ദാനമാണ്. അതായത് പിന്നെന്താണ്, ആഹാരം എന്ന് പറയുന്ന ദാനം നമ്മൾ അനുഭവിക്കുന്നത് നല്ലതാണ്. അവിടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയറിന് നമുക്കെന്താണ് പിന്നെ ചിക്കൻ്റെ കൂടെ കുറച്ച് ഫുഡ്, മനസ്സിലായില്ലേ, നമുക്ക് പലതും ലഭിച്ചു. കൂട്ടത്തിൽ മുട്ട ലഭിച്ചു, അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെ ഒരു കേക്ക് ലഭിച്ചു, പിന്നെ കുറച്ച് മസാല ചേർത്തിട്ടുള്ള ചിക്കൻ്റെ കറി ലഭിച്ചു, മനസ്സിലായില്ലേ. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുന്ന എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കുക. ഫോർ ബദനി ഹോൻ കാൾബട്ടി, അതായത് ലിവിങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ്. എത്രത്തോളം സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ആ കഴിക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഫോർ ബദനി ഹോൻ കാൾബട്ടി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം, നമ്മൾ ഏത് ആഹാരമാണെങ്കിലും ഒന്ന് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു ആനന്ദം, ആ ഒരു സുഖം ഒന്ന് അനുഭവിച്ച് നോക്കൂ. അത് മറ്റുള്ളവരും അതുപോലെ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് എത്രമാത്രം ആനന്ദവും സന്തോഷവും നമുക്കുണ്ടാവും. ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി. ഇനി സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാക്കാൻ പറ്റും. സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അതായത് ക്രൈസിസസ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പല ഡയമെൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫോർ ബദനി സങ്കീർത്തനം 133 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ബിഹോൾഡ് ഹൗ ഗുഡ് ആൻഡ് ഹൗ പ്ലസൻറ്റ് ഇറ്റ് ഈസ് ഫോർ ബ്രദറൻ ടു ഡ്വെൽ ടുഗദർ ഇൻ യൂണിറ്റി. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭം, എത്ര മനോഹരമാകുന്നു. देखो यह क्या ही भली और मनोहर बात है कि भाई लोग आपस में मिले रहें. It is like the precious ointment upon the head that ran down upon the bird, even Aaron's bird that went down to the skirts of his garments. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷതൈലം പോലെയും. यह तो उस उत्तम तेल के समान है जो हारून के सिर पर डाला गया था और उसकी ठाड़ी पर वह कर उसके वस्त्र की चोर तक पहुंच गया. As the dew of Hermon and as the dew that descended upon the mountains of Zion, for there the Lord commanded the blessing, even life for evermore. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. വഹ് ഹെർമോൻ की उस ओस के समान है जो सियोन के पहाड़ों पर गिरती है. यहोवा ने तो वहीं सदा के जीवन की आशीष ठहराई है. ഫോർ ബദനി ഹോൻ കാൾബട്ടി. അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ആഹാരം നല്ലതാണ്, ഒത്തൊരുമിച്ച് വസിക്കുന്ന ഒരു അനുഭവം നല്ലതാണ്. ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം നല്ലതാണ്. മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ, കലകൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലാണ്, മനസ്സിലായില്ലേ. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇതുപോലെ ആ കഴിവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതായിരിക്കുന്ന നാം ക്രിസ്തുവിലൊരു ശരീരമാണ്, ഒന്നായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പലരുമാണ്. ഇനി ഉയർത്തെഴുന്നേൽപ്പ് സമയത്ത് തന്നെ എന്താണ്, ഓരോരുത്തൻ താൻ്റെ നിലയിലാണ് ഉയർക്കുന്നത്, അതും കൂടെ ഓർക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഒന്നായിരിക്കുന്ന നാം പലരാണെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം. ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പലരായിരിക്കുന്ന നാം ക്രിസ്തുവിലൊരു ശരീരമാണ്, എന്നാൽ നാം പലരുമാണ്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്, അവിടെയും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരപ്രകാരം എന്നാണ് വായിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ എന്താണ് 14 നമുക്ക് വായിക്കുമ്പോഴത്തേക്കും മനസ്സിലായില്ലേ, നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്. അതായത് ദാറ്റ് വി ഹെൻസ്വർത്ത് ബി നോ ചിൽഡ്രൻ ടോസ്ഡ് ടു ആൻഡ് ഫ്രോ ആൻഡ് ക്യാരിഡ് അബൌട്ട് വിത്ത് എവരി വിൻഡ് ഓഫ് ഡോക്ട്രിൻ ബൈ ദ സ്ലൈറ്റ് ഓഫ് മാൻ ആൻഡ് കേണിംഗ്
ആൻഡ് കണ്ണിങ് ക്രാഫ്റ്റിനെസ് വെയർ ബൈ ദേ ലൈ ഇൻ വെയിറ്റ് ടു ഡിസീവ്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു വീഴുന്ന ശിശുക്കളായിരിക്കാതെ താക്കി ഹം ആകെ കോ ബാലക് ന രഹേ जो मनुष्यों की ठग विधा और चतुराई से उनके भ्रम की युक्तियों की और उपदेश की हर एक बयार से उछाले और इधर उधर धुमाए जाते हों. बट स्पीकिंग द ट्रूथ इन लव मे ग्रो अप अन टू हिम ഇൻ ആൾ തിങ്സ് വിച്ച് ഈസ് ഹെഡ് ഈവൻ ക്രൈസ്റ്റ്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ സകലത്തിലും ഒരു എന്തുണ്ട്, വളർച്ചയുണ്ട്. സകലത്തിലും ഒരു വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുക. ആത്മീയത്തിൽ മാത്രമല്ല ഭൗതികത്തിലും എല്ലാ മേഖലയിലും വളർച്ചയുണ്ട്. വരൻ പ്രേം മേം സച്ചായി സേ ചലത്തെ ഹുയെ സബ് ബാത്തോം മേം ഉസ്മേം ജോ സിർ ഹേ അർത്ഥതി മശേ മേം ബട്ടെ ജായും. सब बातों में उसमें जो सिर है अर्थात मसी में बढ़ते जाए. सब बातों में उसमें जो सिर है, अതായത് ഫ്രം ഹോം അടുത്ത നോക്കാം. നെക്സ്റ്റ്, ഫ്രം ഹോം ദ ഹോൾ ബോഡി ഫിറ്റ്ലി ജോയിൻഡ് ടുഗദർ ആൻഡ് കോമ്പാക്റ്റഡ് ബൈ ദാറ്റ് വിച്ച് എവരി ജോയിൻറ്റ് സപ്ലൈത്ത് അക്കോർഡിംഗ് ടു ദ എഫക്ച്വൽ വർക്കിംഗ് ഇൻ ദ മെഷർ ഓഫ് എവരി പാർട്ട് മേക്കത്ത് ഇൻക്രീസ് ഓഫ് ദി ബോഡി അൺ ടു ദ എഡിഫൈയിങ് ഓഫ് ഇറ്റ്സെൽഫ് ഇൻ ലവ്. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവിലയിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിനുള്ള വർധനയ്ക്ക് അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ജിസ്സെ സാരി ദേഹ ഹർ एक फॉर बदन यूहन कलवटी जिससे सारी देह हर एक जोड़ की सहायता से एक साथ मिलकर और एक साथ गढ़कर उस प्रभाव के अनुसार जो हर एक भाग के परिमाण से उसमें होता है अपने आप को बढ़ाती है कि वह प्रेम में उन्नति करती जाए. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പുള്ളിങ് ജോണസ്റ്റോൺസ്. അപ്പം പലരായിരിക്കും നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ഇനി മറ്റൊരു കാര്യം, കൈൻഡ്ലി റീഡ് 1 Corinthians chapter 10 and 1 Corinthians chapter 12. പലരായിരിക്കും നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. മനസ്സിലായില്ലേ? മാത്രമല്ല പ്ലീസ് കൈൻഡ്ലി റീഡ്, അതായത് പ്ലീസ് റീഡ് ഓർ കൈൻഡ്ലി റീഡ് 1 Corinthians 15. 1 Corinthians 15 മീൻസ് അവിടെ എന്താണ്, ഓരോ മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കുന്നത് താൻ്റെ നിരയിലാണ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലായിട്ടാണ് പുനരുദ്ധാനത്തിൽ എന്ത് ചെയ്യുന്നത്, വെളിച്ചത്തിലുള്ള അവകാശം, പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കണം ചെയ്യണം. എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല. അപ്പോൾ ഓരോ വ്യക്തികൾക്കുള്ള ഇൻഡിവിജ്വാലിറ്റിയും അതുപോലെ തന്നെ കലാവാസനകളും ഓരോ വ്യക്തികൾക്കുള്ള കഴിവും ഓരോ വ്യക്തികൾക്കുള്ള ക്രൂശും ഓരോ വ്യക്തികൾക്കുള്ള അതിന്മേലുള്ള ജയവും ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അല്ലാതെ എല്ലാവർക്കും കൂടെ ഒരേ പ്രതിഫലമല്ല. അതും കൂടെ നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം എന്നൊക്കെ ഇന്ത്യയെക്കുറിച്ച് പറയത്തില്ലേ, അങ്ങനെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് ചിന്തിച്ച് നോക്കുക. മനസ്സിലായില്ലേ? ഫോർ ബദനി ഹ്യൂൻ കാർഡറിൽ പറ്റും. 1 Corinthians ലേഖനം 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. 1 Corinthians ലേഖനം 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെ റിസറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 1 Corinthians 15. അപ്പോൾ അതും കൂടെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ക്രിസ്ത്യസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ക്രിസ്ത്യസിൻ്റെ കൃപയെ ആശ്രയിച്ച് ലെറ്റസ് യുണൈറ്റ് ടുഗദർ, ലെറ്റസ് എൻജോയ് ടുഗദർ, ആൻഡ് ലെറ്റസ് ഈറ്റ് ടുഗദർ, ആൻഡ് ലെറ്റസ് വാഷ് ടുഗദർ, ആൻഡ് ലെറ്റസ് ദാറ്റ് മീൻസ് വി ഹാവ് ടു ലവ് വൺ അനദർ. പുള്ളിങ് ഡോണസ്റ്റോൺസ് വിത്ത് എൻജോയ്മെൻറ്റ് ആൻഡ് വിത്ത് ഫ്രീഡം. പുള്ളിങ് ഡോണസ്റ്റോൺസ്, വാട്ട് ഈസ് മീൻ ബൈ ഫ്രീഡം? Therefore the son makes you free, you shall be free indeed. എന്നാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതായത് ഓ റിച്ച്ഡ് മാൻ ദാറ്റ് ടൈം, റോമർ കേടിയിലെ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ റോമൻസ് chapter 7 ലാസ്റ്റ് വേർഡ്സ്, ഓ റിച്ച്ഡ് മാൻ ദാറ്റ് ടൈം ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. അതായത് നൗ ദർ ഈസ് നോ മോർ കണ്ടംനേഷൻ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്, ദ ലവ് ദി സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹാസ് സെറ്റ് മീ ഫ്രീ ഫ്രം ദി ലവ്സിൻ്റെ അടുത്ത്. ദേശത്ത് വ്യാപരിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തെയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കാം. കാരണം അവർ ദേശത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദേശത്തിൻ്റെ ഇന്ത്യയെ എങ്ങനെ വെട്ടിമുറിക്കാമെന്നും ഇന്ത്യയിൽ എങ്ങനെ സംഘപരിവാർ അതുപോലെ തന്നെ ബജ്രംഗദൾ അതുപോലെ തന്നെ ബ്രാഹ്മണിസവും അതുപോലെ